ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത് കാണിക്കുന്നത് പഴം വെച്ചിട്ട്, നേന്ത്രപ്പഴം വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റാണ്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. 4 ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിന് ആവശ്യമുള്ളൂ കേട്ടോ. നമ്മൾ ഇതുപോലത്തെ ഒരു അപ്പം മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട്. അപ്പോൾ ഇത് അതേപോലത്തെ തന്നെ ഒരു അപ്പമാണ്. അപ്പോൾ ഇതാ ഇൻഗ്രീഡിയൻസ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ അച്ച് ശർക്കരയാണ്. ഇത് നമുക്ക് ഉരുക്കി ശർക്കര പാനിയാക്കി എടുക്കണം. ഒരു 4 ചെറിയ ഏലക്കായ, വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മതി കേട്ടോ. പിന്നെ നമുക്ക് നല്ല പഴുത്ത നേന്ത്രപ്പഴമാണ് വേണ്ടത്. അത്യാവശ്യം നല്ല വലുപ്പത്തിലുള്ളൊരു നേന്ത്രപ്പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇത് സ്റ്റീം ചെയ്തിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ആ ഒരു പാത്രം നമുക്ക് നല്ല പ്യുവർ ഗീ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്തിട്ടെടുക്കുക. നല്ലൊരു മണമാണ് പ്യുവർ ഗീ വെച്ചിട്ട് നമ്മളിത് കോട്ട് ചെയ്തിട്ട് അതിനകത്ത് വെച്ചിട്ട് വേവിക്കുമ്പോൾ. പിന്നെ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇളക്കി പോരാനും അത് ഹെൽപ്പാണ് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ആദ്യം തന്നെ ഗ്രീസ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ എടുത്തു വെച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇട്ട് കൊടുക്കാം. അപ്പോൾ ആദ്യം ഞാൻ പഴം ഒന്ന് സ്ലൈസ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു പഴം മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 ഏലക്കായ എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് 1 കപ്പ് ഗോതമ്പ് പൊടി. ഇനി നമുക്ക് ശർക്കര ഉരുക്കിയതാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. നമ്മൾ നേരത്തെ കാണിച്ച ഒരു ശർക്കര ഉണ്ടല്ലോ, അത് നമ്മൾ ചെറിയ ഒരു 1/2 കപ്പ് വെള്ളത്തിൽ ഉരുക്കി എടുത്തിട്ടുള്ളതാണ്. അതൊരു ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ നമ്മൾ ഈ ഒരു പൊടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നേരിയ ചൂടോട് കൂടിയിട്ട് തന്നെയാണ് ഞാൻ ഇപ്പോൾ ഈ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അത് നല്ല പോലെ ഒന്ന് അടിച്ചിട്ട് എടുക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സിയിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ അടിച്ചിട്ട് എടുക്കുമ്പോൾ നമുക്ക് ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ മിക്സായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എല്ലാം കൂടെ മിക്സിയിലിട്ട് കൊടുത്തത്. ഇപ്പോൾ ഇതേപോലെ ഒരു റിബൺ കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ബാറ്ററിൻ്റെ അളവ് നോക്കുക കേട്ടോ. അപ്പോൾ ശർക്കര പാനി അധികം വെള്ളം ഒഴിച്ചിട്ടൊന്നും നമ്മൾ പാനിയാക്കി എടുക്കരുത്. കാരണം നമ്മൾ പുറത്തുനിന്ന് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ ശർക്കര പാനി ഒഴിക്കുമ്പോൾ പഴം നല്ല മധുരമുള്ളതാണെങ്കിൽ അതും കൂടി നോക്കിയിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ ഈ കറക്റ്റ് ഒരു അളവാണ് പറയുകയാണെന്നുണ്ടെങ്കിൽ 1 കപ്പ് നിയർലി വന്നിട്ടുണ്ട് എനിക്ക് ശർക്കര പാനി ഇതിലേക്ക്. ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ആ സ്റ്റീലിൻ്റെ പ്ലേറ്റിലേക്ക് ഒഴിച്ചു കൊടുക്കും. അപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ. കേക്ക് ഉണ്ടാക്കണ പാനോ അങ്ങനെ എന്തെങ്കിലും റൗണ്ട് ഷേപ്പിലോ ഏത് ഷേപ്പിലുള്ളതായാലും കുഴപ്പമൊന്നുമില്ല. അതിൽ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിനി ഇതൊന്ന് ആവി കൊള്ളിച്ചിട്ടെടുക്കാം. അപ്പം ഞാൻ ചെറിയൊരു റാക്ക് വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെച്ചിട്ടാണ് ആവി കൊള്ളിക്കുന്നത്. ഇങ്ങനത്തെ ബിരിയാണി പോട്ടിൽ നിങ്ങൾക്ക് സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പിലൊക്കെ വെച്ചിട്ട് കുഞ്ഞ് സ്റ്റീൽ പ്ലേറ്റൊക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്തിട്ടെടുത്താലും മതി. ഞാൻ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം കുറച്ച് പച്ച തേങ്ങ, നല്ല ചിരകിയ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ അതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുക്കായതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ഒരു പച്ച തേങ്ങയും അതുപോലെ അണ്ടിപ്പരിപ്പ് ഇതിൻ്റെ മേലെ ഇങ്ങനെ ആ ഒരു പീസിൻ്റെ കൂടെ കടിക്കുമ്പോൾ നമുക്ക്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗോതമ്പ് പൊടിയും ശർക്കര ഒക്കെ ഒരുവിധം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഐറ്റംസാണ്. ഒരു 15 മിനിറ്റ് കൊണ്ട് തന്നെ ഇതെല്ലാം കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്